നമ്മൾ മൂന്നാറൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്കും ഒരു 5-6 ദിവസം കഴിഞ്ഞാണ് വന്നത് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ മുന്തിരി എല്ലാം പഴുത്ത് നിൽക്കുവാണ്. പഴുത്ത് നിൽക്കുന്ന കുറേ കിളി കൊണ്ടുപോയിട്ടുണ്ട്. അതുപോലെ കുറച്ചിതാ ഇവിടെ താഴത്തുണ്ടോ, താഴെയൊക്കെ വീണ് കിടപ്പുണ്ട്. കുറച്ച് താഴെ ഇവിടെയൊക്കെ വീണ് കിടപ്പുണ്ട്. ബാക്കി കിളികളൊക്കെ കൊണ്ടുപോയി. ഇതിൻ്റെ ഉള്ളിൽ പഴുത്ത് നിൽപ്പുണ്ട് കേട്ടോ. അത് എടുക്കട്ടെ. ഞാൻ എടുക്കുന്ന സമയത്ത് നല്ല പഴുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ കൊഴിഞ്ഞ് താഴെ പോകുന്നുണ്ട്. കുറേയൊക്കെ കൊഴിഞ്ഞു പോയി കേട്ടോ, കുറേ കൊഴിഞ്ഞു പോയി. ഇത് ഞാൻ കൊലയോടെ തന്നെ ഒടിച്ചെടുക്കുവാണ്. നമ്മൾ വീഡിയോ നേരത്തെ ഇട്ട സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്തിരി ഒരുമിച്ച് പഴുക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞ സമയത്ത് ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനെ വെള്ളം നനയ്ക്കാതിരുന്നാൽ ഒരുമിച്ച് പഴുക്കുമെന്ന്. ശരിയാണ് കേട്ടോ. കാരണം പൈപ്പിൻ്റെ മൂട്ടിലാണ് ഇത് മുന്തിരി നട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ കുറച്ച് ദിവസം ഇല്ലാത്തത് കാരണം തന്നെ അവിടെ വെള്ളം വീണിട്ടില്ല. കൊലയോടെയൊക്കെ പഴുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ചെറിയ കൊലകളാണ്, പക്ഷേ അത് കൊലയോടെ തന്നെ പഴുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നല്ലൊരു ഐഡിയ ആണ് കേട്ടോ, എനിക്കറിയില്ലായിരുന്നു. ഇന്നത് ഇത്രയും മുന്തിരിയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനിയും മുന്തിരി ഇതിൻ്റെ ഉള്ളിൽ നിൽപ്പുണ്ട്, പച്ചയായിട്ടും പഴുത്തതും ഒക്കെ ഉണ്ട്. പഴുത്തത് നമ്മൾ കുറച്ച് നിർത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കുറച്ചധികം കിളികൾ വരും കേട്ടോ. അപ്പോൾ അതിന് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് മുന്തിരി ഞങ്ങൾ നിർത്തിയിട്ടുണ്ട്. അതുപോലെ പച്ച ഇനിയും പഴുക്കാനായിട്ടുള്ള കൊലകൾ ഇതേ ഇവിടെ നോക്കിയാൽ അറിയാം. എന്താ പച്ച കൊലകൾ നിൽപ്പുണ്ട് കേട്ടോ. ഇനി അത് പഴുത്ത് വരുമ്പോഴേക്കും ഇതാ കിളികൾ വിളിക്കുന്ന കേട്ടോ. ഈ കിളികളാണ് ഇവിടെ വരുന്നത്. ഇവരിങ്ങനെ ഇത് കഴിക്കാനായിട്ട് വരും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും കുറച്ച് നമുക്കെല്ലാവർക്കും തന്നെ ഇങ്ങനെ വിഷരഹിതമായ മുന്തിരി വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഒത്തിരി പണിയൊന്നുമില്ല. ആ ചെടി മേടിച്ച് നടുക, ഒരു ചെറിയ പന്തലിട്ട് കൊടുക്കുക, കുറച്ച് വളങ്ങളൊക്കെ കൊടുക്കുക, വെള്ളം കൊടുക്കുക, അത് കറക്റ്റ് സമയത്ത് പ്രൂൺ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് മുന്തിരിയെങ്കിലും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും.